കാൽവരി മൗണ്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴി അവിടെ ഒരു അൽഫോൺസ പള്ളി കാണുന്നുണ്ട്. അതാണ് ഈ കാണുന്ന കാഴ്ച കേട്ടോ. കാൽവരി മൗണ്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട ഒരു ചെറിയ വെള്ളച്ചാട്ടം. മരത്തിന്റെ വേരിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണുന്നില്ലേ? മരത്തിന്റെ വേര് നിൽക്കുന്നുണ്ട്. വലിയ മരക്കട ഇടയ്ക്ക് കൂടിയാണ് ആ വെള്ളം വരുന്നത്. നമ്മൾ കാൽവരി മൗണ്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക, നേര്യമംഗലം അടിമാലി റൂട്ടിലൊക്കെ ഇങ്ങനെ പോരുമ്പോൾ രണ്ട് ഡാം കാണുന്നുണ്ടല്ലോ അല്ലേ? ഇടുക്കി ഡാം. ഡാമല്ല, ഡാമാണോ? അല്ലല്ലോ, അല്ല. കുറവൻ കുർത്തി മലനിരകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ കുറവൻ മലയും മറ്റേ സൈഡിൽ കുറത്തി മലയും. ഇത് ആ ഇടത്ത് വശത്ത് കാണുന്നത് കുറവൻ മല, ഇത് കുറത്തി മല. അതിന് നടുക്കാണ് ഡാം സൈറ്റ് വന്നിരിക്കുന്നത്. ഡാമിന്റെ സ്ഥലങ്ങള്, ഡാമിന്റെ അപ്പുറമുള്ള സ്ഥലങ്ങള്. ഇവിടെ മരത്തുമ്മ 2-3 കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന് മുകളിൽ കൂടി ചാടി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മരക്ക ആ കട അവരിട്ടിച്ച് പോയത് ഇതിന് ശല്യം കൊണ്ടാണ്. മരമൊക്കെ ഇട്ട് ചാടുന്നുണ്ട് അവിടെ കിടന്ന്. അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഡാമിൻ്റെ മുകൾ വശം കാണുന്നത്. റോഡ് സൈഡിൽ നിന്നൊക്കെ എടുക്കണം. ഇതെന്താന്ന് മനസ്സിലായോ? അത് ഡാമിലേക്ക് പോകാനുള്ള എൻട്രിയാണ് ആ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഡാമിലേക്ക് പോകുന്നത്. അതാണ് ആ കാണുന്നത്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് തിരികെ എറണാകുളത്തിന് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണിത്. നമ്മുടെ റോഡ് നമ്മൾ പോകുന്ന വഴിയും പിന്നെ അവിടെ വലിയ മലയും കുന്നും കാടും ഒക്കെ കാണുന്നുണ്ട്. ഫോറസ്റ്റും ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ മാത്രമാണിത്. ഒരു പാലമൊക്കെ കയറിയിട്ട് ആ പാലം കടന്നിട്ടാണ് പോകുന്നത്. അതിൻ്റെ അപ്പുറത്തും അതുപോലെ മലയും കുന്നിനെ അതിൻ്റെ ബാക്കി കാണുന്നുണ്ട്. ആ കാഴ്ചകൾ നോക്കൂ. അവിടെ തെങ്ങും തോപ്പും ഒക്കെ കാണുന്നുണ്ട്. ഇത് മറ്റൊരു വെള്ളച്ചാട്ടമാണ്. റോഡ് സൈഡിൽ കണ്ടതാണ് മറ്റൊരു വെള്ളച്ചാട്ടമാണിത്. അതിമനോഹരമായ വെള്ളച്ചാട്ടം. നമുക്ക് എന്നാ രസമാണ്. കാണിച്ചതാണ് കേട്ടോ. ചെറുക്കാണ്. എന്താ പൊന്നെ, ഇതൊക്കെ വന്ന് കാണണം കേട്ടോ സുഹൃത്തുക്കളെ. എന്നാ രസമാണെന്നറിയാമോ? നമുക്ക് മുകളിലാണ് വീഴുന്നത്. കണ്ടോ? ആ പാറയുടെ മുകളിൽ നിന്ന് വന്ന് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇത് എവിടേക്കാ പോകുന്നു? ഇത് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കുന്നത്, അല്ല വീഡിയോ എടുക്കുന്നത്. അത് അടി കൂടി വെള്ളം പോകും. ഇതൊക്കെയാണ് മക്കളെ കാണേണ്ടത് അല്ലേ? ഇതാ മക്കളെ കാണേണ്ടത്. കണ്ടോ? ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലുള്ള വെള്ളച്ചാട്ടം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കരിമ്പലൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കുള്ള ഇടുക്കി ജില്ലയിലെ വെള്ളം ചാടി റോഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. റോഡിൽ നിന്നാണ് എടുക്കുന്നത്. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ചേർന്നാ നിൽക്കുന്നത്. എൻ്റെ കൈ അകലേ ഉള്ളൂ. കൈ അകലല്ലേ, 2 കൈ അകലെ. 2 കൈ അകലെയാണ് ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടൊന്നും കയറി പോകാനൊന്നും പറ്റില്ല. നമ്മൾ മങ്കീസൊന്നുമല്ലല്ലോ. തെന്നി കുറച്ച് ഇറങ്ങണ. ഞാനിത് ആശയം ഉണ്ടാവൂല. അവിടുന്ന് ഒരു 1 കിലോമീറ്റർ താഴെ ഉള്ളൂ അടുത്ത വെള്ളച്ചാട്ടം. അവിടെ ഒരു കല്ലിരിക്കുന്നുണ്ടോ? ആ കല്ലിന്റെ തെക്കേ കൂടിയാണ് ആ വെള്ളം വരുന്നത്. നിറച്ച് ഇഞ്ച പടന്നു കിടക്കാം. ഇതൊരു പാറയാ. ആ പാറയുടെ ഇടയ്ക്ക് കൂടിയാണ് വെള്ളം ചാടി വരുന്നത്. നാച്ചുറൽ വെള്ളച്ചാട്ടങ്ങള്.
അങ്ങനെ ഒഴുകി അങ്ങ് പോകും. ഇതാണ് പോകുന്ന വഴി. നമ്മൾ വന്ന വഴി ഇതെന്നെ ഇടത്തുണ്ട്. നമ്മുടെ ബുള്ളറ്റ്. അതെ, ഞങ്ങൾ എന്താ പറയുക, കാൽവരി മൗണ്ട് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. കാൽവരി മൗണ്ടിലെ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ആ വീഡിയോ, ആ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴി, താഴോട്ട് വരുന്ന വഴിയാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. ിന്റെ വെള്ളച്ചാട്ടം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര കുത്തി ഒഴുകിയ വന്നത്. തെന്നിയായിരിക്കും കിടക്കുന്നത്, വെള്ളം മൊത്തം തെന്നിയായിരിക്കും കിടക്കുന്നത്. അല്ല, കല്ലിൻ്റെ ഇടയ്ക്കിലേക്ക് അത് പോവുക. അപ്പോൾ മിക്കവാറും പേര് ചോദിക്കാറുണ്ട് ഞങ്ങൾ യാത്രയിൽ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. കണ്ട ചോറും ഒരു മീൻ വറുത്തതും പിന്നെ മീൻകറി, സാമ്പാർ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കഴിക്കാറ്. ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്. ഇവിടെ ചേലച്ചൂടാണുള്ളത്. ഇടുക്കി ചേലച്ചൂടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് എറണാകുളത്തിന് വന്നുകൊണ്ടിരിക്കുക. രമ്യ ഫോണിലാണ്. രമ്യ അവിടെ എന്താ പറയുക, ഒരാൾ കസ്റ്റമറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഫുഡ് നിങ്ങളൊന്ന് കാണിച്ചാ. കല്ലാറുട്ടിയാണെന്ന് തോന്നുന്നു. ഇത് വഴിയിൽ നിന്നിട്ടുള്ള വീഡിയോ മൊത്തം മൂടി നിൽക്കുക. അതിന് മുമ്പത്തുള്ളൊരു വീഡിയോയിൽ കല്ലാറുകുട്ടി വെള്ളച്ചാട്ടം കാണിക്കുന്നില്ല, അതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. റോഡിൽ നിന്നിട്ട് എടുക്കാൻ പറ്റുമല്ലോ, മൊത്തം മൂടി നിൽക്കുക മലയൊക്കെ. കോടയാന്ന് തോന്നുന്നു. ഈ വെള്ളച്ചാട്ടം ഓർമ്മയുണ്ടാവും എല്ലാവർക്കും. നമ്മൾ ഇന്നലെ ലൈവിൽ വന്നതാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെയാണ് കാണുന്നത്. അപ്പോൾ ക്ലിൻറ്റിന് ഉറക്കം വന്നു പറഞ്ഞിട്ട് മുഖം കഴുകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മുഖം കഴുകിയിട്ട് പോയപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ്. ഇത് നീണ്ടപാറയാണ്, ഇടുക്കിയിൽ. നല്ല രസമുണ്ട് ഇവിടുത്തെ വെള്ളച്ചാട്ടം. അപ്പം ഞാനത് ഷൂട്ട് ചെയ്തെടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ടാണ് പോകുന്നത്. നമ്മുടെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ഈ വെള്ളച്ചാട്ടം ഏതാണെന്ന്. പിന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് എറണാകുളത്തിന് പോന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.